മധ്യ ഗസയിലും റഫ അതിർത്തിയിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നവജാത ശിശു അടക്കം 100-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് കപ്പൽപാത മാറ്റി. ഭിന്നതയെ തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ രക്ഷാസമിതിയുടെ വോട്ടെടുപ്പ് മാറ്റിവെച്ചുവെന്ന് വാർത്തകൾ വരുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ്, അന്തർദേശീയ വാർത്തകളെല്ലാം ഇങ്ങനെ തലയിലിട്ടുകൊണ്ട് നടന്നാലേ കൃത്യമായിട്ട് എങ്ങനെ ഉറങ്ങുമെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും എസ് കെ ഇതൊക്കെ കേട്ട് ഇപ്പൊ നിത്യാഭ്യാസി ആനയെടുക്കുന്നല്ലേ പറയുന്നത്. നിത്യാഭ്യാസം കൊണ്ട് അതൊക്കെ നമ്മള് നോർമലായിട്ട് കൊണ്ടിറക്കേണ്ടി വരും, വേറെ രക്ഷയില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വാർത്തയിലേക്ക് വന്നാൽ എസ് കെ, ഒരുപക്ഷെ ഇന്ന് രാവിലെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത് ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നവജാത ശിശു അടക്കം 2 വയസ്സുള്ള കുട്ടി അടക്കം 100-ലേറെ പേർ പാലസ്തീനിലെ ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വല്ലാതെ നമ്പരപ്പെടുത്തുന്നതാണ്. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഏതാണ്ട് 2.5 മാസത്തേക്കൊക്കെ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നിരപരാധികളായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നു. ഇപ്പം മരണസംഖ്യ എസ് കെ എൻ ഏതാണ്ട് 20,000-ഓട് അടുക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ 19,700-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനൗദ്യോഗിക കണക്കുകളിൽ 20,000-ൽ മുകളിൽ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ 20,000 കവിയുന്നു മരണസംഖ്യ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഖ്യയാണത്. കാരണം ഉക്രൈൻ യുദ്ധത്തിലെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 2 വർഷം കൊണ്ട് ഏതാണ്ട് 2 വർഷം തികയാണ്, അത്രയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രം കൊല്ലപ്പെട്ടത് 14,000-നും 15,000-നും ഇടയിലാണ്. അതിൽ കുഞ്ഞുങ്ങൾ മാത്രം 8,500-ലേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ ഏതാണ്ട് 6,000-ൽ പരം സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവരാരും യുദ്ധത്തിലുള്ളതല്ല, നിരപരാധികളാണ്. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സംഭവിക്കുന്നത് പാലസ്തീനിലെ ഗസയിലെ ഏതാണ്ട് 20,000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 1,200-നും 1,400-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു. 250 പേരെ ബന്ദികളായി കൊണ്ടുപോയി. അതിൽ 100-ലേറെ ബന്ദികളെ വിട്ടയച്ചു. ഇനിയും 100-ലേറെ ബന്ദികൾ ഹമാസിൻ്റെ കൈവശമുണ്ട്, അതും നിഷേധിക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു വലിയ പ്രത്യാഘാതം ഗസയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ലെബനനിൽ, യമനിൽ, മറ്റു രാജ്യങ്ങളിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയത് ചെങ്കടലിലാണ് എസ് കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കടലിലെ പല ലൈബീരിയൻ 2 കപ്പലുകൾ അടുത്ത ദിവസം ആക്രമിക്കപ്പെട്ടിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെ തടയുക അത്ര എളുപ്പമല്ല. മറ്റ് ഡ്രോണുകൾ വെടിവെച്ച് ഇടുന്നുണ്ട്. 14 ഡ്രോണുകൾ അമേരിക്കൻ യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടിരുന്നു. പക്ഷേ ഹൂതികൾ വളരെ വലിയ തീരുമാനത്തിലാണ്. അതിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളൊക്കെ ടാർഗറ്റ് ചെയ്യും. പക്ഷേ എല്ലാ കപ്പലുകളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കപ്പൽ യാത്ര അല്ലെങ്കിൽ കപ്പലുകൾ ചെങ്കടലിലൂടെ കൊണ്ടുപോകുന്നത് നിർത്തിയിരിക്കുന്നു. ചെങ്കടലിലൂടെ പോയി സൂയസ് കനാൽ വഴി പോകാനായിട്ട് എടുക്കുന്ന ദൂരം 10,000 നോട്ടിക്കൽ മൈലാണ്. അത് ഏതാണ്ട് 18,500 കിലോമീറ്റർ വരും എസ് കെ എൻ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സഞ്ചാരപാത മാറ്റിയിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കൻ ഭാഗത്തുകൂടി പോകുന്നു. അത് ഏതാണ്ട് 13,500 നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ അത് 25,000-ലേറെ കിലോമീറ്റർ വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 25 ദിവസം കൊണ്ട് ഓടിയെത്തുന്നത് 35 ദിവസമായി മാറുന്നു. 10 ദിവസം കൂടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എണ്ണ വില കൂടാൻ പോകുന്നു ലോകമെമ്പാടും. കാരണം 100 കണക്കിന് കപ്പലുകളാണ് ചെങ്കടൽ വഴി സൂയസ് കനാൽ വഴി കടന്നു പോകുന്നത്. അതാണ് തടയപ്പെടുന്നത്. എന്ന് മാത്രമല്ല ഏഷ്യയും യൂറോപ്പിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാൻഡബെ മറ്റേ വഴിയിലും ഹൂതികൾ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര കപ്പൽ പാതകൾക്ക് മേലെയാണ് തടസ്സം വരുന്നത്. ഗസ അന്താരാഷ്ട്ര ട്രേഡിനെ അതുപോലെ തന്നെ എണ്ണവിലയെ ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു അടി തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം മൂലം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും UN രക്ഷാസമിതിയിൽ വോട്ടെടുപ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അമേരിക്ക വീറ്റോ ചെയ്യുമെന്ന അവസ്ഥ വന്നപ്പോൾ അത് നീട്ടിവെച്ചു. കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണുള്ളത്. എന്തായാലും ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയമാണ് UN രക്ഷാസമിതിയിൽ വീണ്ടും വരുന്നത് എസ് കെ. ജെയിംസ്, ജോസഫ് ഫാറൂഖാരൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എസ് കെന് വിദേശ വാർത്തകൾ പറഞ്ഞ് ആളുകളെ പിടിപ്പിക്കുന്ന പി ജെയിംസ് വന്നു പോയിട്ട് വേണം എനിക്ക് ഈ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതൊക്കെ കേൾക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ പി ജെയിംസ്, അപ്പോൾ യുക്രൈനിൽ നിന്നുള്ള വാർത്ത, അതായത് യുക്രൈൻ സേനയ്ക്ക് ഇനി ഒരു 5 ലക്ഷം സൈനികരെ കൂടി വേണമെന്ന് സേനാ മേധാവികൾ ആവശ്യപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ സാങ്കത്യം? എസ് കെ എൻ, ഉക്രൈൻ സേനയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ തന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച് റഷ്യയുടെ സൈനികർ 3.25 ലക്ഷം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരുപക്ഷെ ഉക്രൈൻ സൈനികരുടെ എണ്ണം അതിനേക്കാൾ കൂടുതലായിരിക്കും, അത് വെളിപ്പെടുത്തുന്നില്ല. പാശ്ചാത്യ മാധ്യമങ്ങളും രഹസ്യമാക്കി വച്ചിരിക്കുക. ഒരു 3.5 ലക്ഷം പേരെങ്കിലും ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. സെലൻസ്കി അജ്ഞാത കേന്ദ്രത്തിൽ എന്ന് പറയാൻ കാരണം പത്രസമ്മേളനം വിളിച്ചു, വിദേശ പത്രപ്രവർത്തകരെയും അവിടുത്തെ യുക്രൈനിലെ മാധ്യമപ്രവർത്തകരെയും വിളിച്ചിരുന്നു. പക്ഷെ എവിടെയാണ് സ്ഥലമെന്ന് അറിയിക്കാതെയാണ് അറിയിപ്പ് പോയത്. പിന്നീട് ഒരു രഹസ്യ കേന്ദ്രം എവിടെയാണെന്ന് അവർക്ക് നേരിട്ട് അറിയിപ്പ് കൊടുത്ത് അവരവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അത് വളരെ രഹസ്യമായി അവസാന നിമിഷത്തിൽ മാത്രമാണ് ഇന്ന സ്ഥലത്താണ്. കാരണം ഒരുപക്ഷെ ആ പത്രസമ്മേളനം നടക്കുമ്പോൾ സെലൻസ്കിയുടെ എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് റഷ്യ ആക്രമണം നടത്തുന്നുള്ള പേടിച്ചിട്ടാവണം. എന്തായാലും അദ്ദേഹം അതിൽ പറഞ്ഞത് 5 ലക്ഷം ഉക്രൈൻ സൈനികരെ കൂടി ആവശ്യമുണ്ടെന്ന് സൈനിക മേധാവികൾ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കമാൻഡർ വലേറിയാണ്. വലേറിയും സെലൻസ്കിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയാണെന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. പക്ഷേ സെലൻസ്കി പറയുന്നത് ഇപ്പോൾ തന്നെ 5 ലക്ഷം സൈനികർ യുദ്ധരംഗത്തുണ്ട്. ഇനി 5 ലക്ഷം പേരെന്ന് പറയുമ്പോൾ 10 ലക്ഷം പേരായി. ഇത്രയും യുക്രൈൻ്റെ ചെറുപ്പക്കാരെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ വേണം, എന്തൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയണം എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് അമേരിക്കയും യൂറോപ്പും സഹായം നിർത്തിയതോടെ അവരുടെ സൈനിക ഓപ്പറേഷൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. വല്ലാത്ത പ്രഷർ വരുന്നുണ്ട്. റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്ന SKN 6,17,000 സൈനികർ ഞങ്ങളുടെ യുദ്ധമുഖത്തുണ്ടെന്നാണ്. അപ്പോൾ 1.5 ലക്ഷത്തോളം പേര് റഷ്യൻ സൈനികർ കൂടുതലാണ്. ഇത് ശരിയായിരിക്കണം നിർബന്ധമില്ല, ഒരു ഔദ്യോഗിക കണക്ക് പറയുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലുണ്ടാവാം. കൂടുതൽ പേര് 2 രാജ്യങ്ങളും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലൻ മസ്ക് ലോക കോടീശ്വരൻ തന്നെ പറഞ്ഞത് സെലൻസ്കി ഉടൻ തന്നെ യുദ്ധം നിർത്തണം. യുക്രൈനിലെ ചെറുപ്പക്കാർ റഷ്യയുടെ ആക്രമണത്തിൽപ്പെട്ട് 100 കണക്കിന് ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത അടുത്ത തലമുറകളോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്തായാലും ഉക്രൈൻ യുദ്ധം ഒരു വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. യൂറോപ്യൻ യൂണിയൻ മാത്രം പറഞ്ഞിരിക്കുന്നത് ഹംഗറി വീറ്റോ ചെയ്തതിനെ തുടർന്ന് $50 ബില്യൺ കൊടുക്കാനുള്ളത് ഇന്ന് യൂറോപ്യൻ യൂണിയൻ പിന്മാറിയിരുന്നു. പക്ഷേ യൂറോപ്പ് പിന്മാറിയിട്ടില്ല. യൂറോപ്പ് നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഭാരവാഹികൾ പറയുന്നുണ്ട്. പ്രസിഡന്റ് ഉർസുല വാണ്ടർലൈൻ അടക്കമുള്ളവർ പറയുന്നുണ്ട്. SK ജെയിംസ്, മറ്റൊരു കാര്യം, നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. ഈ കാനഡയിലേക്ക് കുടിയേറിയ വിദ്യാർത്ഥികൾക്കും അതേപോലെ കുടിയേറ്റക്കാർക്കും ഒക്കെ തന്നെ അവർ വിസ കൊടുക്കാൻ പോകുന്നു. ഇടയ്ക്ക് വിസ കൊടുക്കില്ല എന്ന രീതിയിൽ വാർത്ത വന്നിരുന്നല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാനഡയ്ക്ക് ഇത്ര ശക്തമായിട്ടുള്ള കുടിയേറ്റ നിയന്ത്രണ നിയമങ്ങൾ പ്രഖ്യാപിച്ചതോടെ വല്ലാത്തൊരു അടി പറ്റിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രം 40% വിദ്യാർത്ഥികൾ കുറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ കാനഡയിലേക്ക് വരുന്ന ഇന്ത്യൻ ലോകത്തെ വിദ്യാർത്ഥികളിൽ 40% പേര് വന്നത് ഇന്ത്യയിൽ നിന്നാണ്. ആ 40%-ൽ 40% കുറഞ്ഞിരിക്കുന്നു. അതാണ് പെട്ടെന്ന് അവരുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കൂടുതലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. എല്ലാ ഏജൻസികളും പറയുന്നത് കാനഡ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളതിൽ നിന്ന് മാറി. പ്രത്യേകിച്ച് പൗരത്വം കൊടുക്കുന്നില്ല, പൗരത്വം നീട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ പഠിച്ച് 3 വർഷത്തേക്ക് സ്റ്റേ ബാക്ക്, അവിടെ താമസിച്ച് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയവർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ ഫീസ് വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവരുടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, ഇരട്ടി പണം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ അവർക്ക് കണ്ണ് തുറന്നിരിക്കുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രി മാർക്ക് മില്ലർ ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള വിദേശികൾക്കും കാലാവധി തീർന്ന വിദ്യാർത്ഥികൾക്കും 5 ലക്ഷം വിസ ഉടൻ നൽകാൻ പോകുന്നു, പൗരത്വം നൽകാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് വലിയ ആശ്വാസ വാർത്തയാണ്. ഏറ്റവും കൂടുതൽ അത് ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ തൊഴിൽ ചെയ്യുന്നവർക്കുമാണ് അതിൻ്റെ ആശ്വാസം ഉണ്ടാകുന്നത്. SKN സ്വാഭാവികമായിട്ടും ഇന്ത്യയും കാനഡയും നിജാർ കൊലപാതകത്തെ തുടർന്നുണ്ടായ വല്ലാത്ത നയതന്ത്ര പ്രതിസന്ധിയിൽ ഇന്ത്യ 41 നയതന്ത്ര പ്രതിനിധികളെ കാനഡയുടെ ഏതാണ്ട് പുറത്താക്കിയിരുന്ന അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. ഇന്ത്യയുമായിട്ട് വല്ലാത്ത വാഗ്വാദം നടന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവർ ഈ തരത്തിലുള്ള കർശന നിയമങ്ങളിലേക്ക് പോയത്. ഒപ്പം തന്നെ 8 ലക്ഷം പേർക്ക് താമസിക്കാനുള്ള സൗകര്യമില്ലാത്ത അവസ്ഥ വന്നു. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. പലരും പുറത്ത് കാറുകളിലൊക്കെ താമസിക്കുന്ന അവസ്ഥയുണ്ടായി. പല ദുരന്തങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഇതേ തുടർന്നാണ് കുടിയേറ്റ നിയമങ്ങൾ വലിയ ശക്തമാക്കാൻ തീരുമാനിച്ചത്. അതിനെതിരെ മാറ്റമായിട്ടാണ് ഇപ്പോൾ 5 ലക്ഷം പേർക്ക് അനധികൃത കുടിയേറ്റക്കാർക്ക് വിസ നൽകാൻ, പൗരത്വം നൽകാൻ കാനഡ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രാൻസിലും ഏതാണ്ട് സമാനമായ കാര്യമുണ്ട്. ഫ്രാൻസിലെ കുടിയേറ്റക്കാരെ തടയാൻ
പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നു. ആദ്യം അത് കഴിഞ്ഞ ആഴ്ച പരാജയപ്പെട്ടു. ഇപ്പോൾ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദിയായിട്ടുള്ള മേരി ലെപ്പൻ സപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പാർലമെൻറ്റിൽ അത് പാസ്സാവുകയാണ്. അങ്ങനെ വന്നാൽ ഫ്രാൻസിലേക്ക് കുടിയേറുന്ന ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള ആൾക്കാർക്കും വലിയ തിരിച്ചടി ഉണ്ടാവും. SK. ഓക്കെ, താങ്ക് യു വി ജെയിംസ്. സന്തോഷം. ഇനി നമുക്ക് നാളെ കാണാം വിദേശ വാർത്തകളുമായി. നാളെ ജെയിംസ് വരും.